മാളമ്മേ, അങ്ങനെ ഇപ്പൊ തല്ലിയിട്ടും കുത്തിയിട്ടും ആരെയും അനുസരിപ്പിക്കണ്ട. മാളമ്മേ, വരണു മൂപ്പ. ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാന്ന് വിചാരിക്കണ്ട. അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാന്നറിയോ? ആ കുളം കണ്ടില്ലേ, അതിന്റെ അടിയിലേക്ക്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പോകും. എന്റെ അമ്മാവൻ എന്ന് പറയുന്ന 4 രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിരിക്കണെന്ന് അറിയോ? 1000. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായം തന്നു നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല. മനസ്സിലായോ? ഇനി മൂപ്പനെ വെറുപ്പിക്കണ്ട. ഇനി ആ കിഴവൻ ഈ മുറിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലും ഞാൻ അയാളെ. വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അമ്മാവന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം. മൂപ്പനെ വെറുപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ. അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ. നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും. നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും. മൂപ്പൻ മതിയെന്ന് പറയണത് വരെ അത് കൂടി കൂടി വരികയല്ലേ ഉള്ളൂ. കൂടട്ടെ. നിന്നെന്ന് ഞാൻ ഇതിനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോയത്? കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് ശബ്ദവും വിളി. അയ്യോ എന്റെ മൂപ്പ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. എന്തു പറഞ്ഞു? ഇവിടേക്ക് വരുന്നോൾക്ക് അറിയില്ലേ? ഇനി ഇപ്പൊ പറയാലോ. അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ്. കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങ് വിളിച്ചു കയറ്റിയായിരുന്നു. മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കരിക്കാന്നാ. അത് ഇന്നലെ സുലൈമാൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു. ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ? മൂപ്പനെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ? സങ്കടമുണ്ട്. ഈ 7 ശനി വന്ന് കയറി അന്നു തൊട്ട് സുലൈമാനും കൂട്ടരും മൂപ്പന്റെ പേരും പറഞ്ഞ് അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു. വല്ല നിശ്ചയമുണ്ടോ? വെട്ടും കുത്തും. എന്റെ മോൻ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത്. നായന്മാരെ കൂട്ടാൻ പോയിട്ടല്ലേ? ആര് നായന്മാരെ കൂട്ടി? ഞാനോ? എന്റെ മോനോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്നും പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക. ഞങ്ങൾ എങ്ങനെയാ പിന്നെ ഈ നാട്ടിൽ? ഇപ്പൊ ഈ നേരത്ത് ആരായത്? അയ്യോ, ആരെങ്കിലും വഴിതെറ്റി ഒന്ന് പെട്ടിട്ടുണ്ടാവും. എനിക്കിനി ഒന്നും പറയാനില്ല. മൂന്നാള് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ നായരെ പിടിയെടുത്തിക്കണം. 6 ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ്. ഇന്ന് ഈ വന്നവരെ കൂടി പേടി കാട്ടുവിട്ടാ പിന്നെ ടൗണിൽ നിന്നും ഒറ്റ ആള് വരില്ല. ഞാൻ കാല് പിടിച്ച് പറയാണ്, എല്ലാം മൂപ്പൻ അറിയാലോ. ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവമ്മയോട് വൈരാഗ്യം വെക്കരുത്. 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. മാളുവമ്മയാ പറയണത്. അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയും. നിന്റെ വീട്ടിൽ വന്നവരെ മുടക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിന്റെ വീട്ടിൽ വന്നവരാ അവര് നീ തന്നെ പോണ വഴിക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ. അതെനിക്ക് കൊണ്ടുപോയിക്കോ. സുലൈമാനൊപ്പം പോയിക്കോ. ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓരുടെ വീട്ടിൽ കൊണ്ടാക്കിക്കോണം. ബൈക്ക് ആരും കശപ്പിച്ചുണ്ടാക്കാൻ വരരുത്. എന്താ ചങ്ങായത്? സുലൈമാനിക്കാണല്ലോ. നിങ്ങള് പോന്നോളി. എങ്ങോട്ട്? എങ്ങോട്ടാ നിങ്ങൾ വന്നത്? അങ്ങോട്ട് തന്നെ. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇത്തിരി ബുദ്ധിമുട്ടായി അല്ലേ? ഇനിയിപ്പൊ സാരല്ല, എന്റെ ഒപ്പം പോന്നോളിൻ. വേണ്ട.
നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ടപാട് നിൽക്കുന്നത്? എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത്? വരുന്നേ. 3 ആൺകുട്ടികളല്ലേ നിങ്ങള്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവോ? ഞങ്ങളെ കൊണ്ടാക്കി തരാം. നിങ്ങളെ ബേജാറാവേണ്ട, വരും ചേട്ടാ. അല്ലെങ്കിൽ ആയാലും വന്നതല്ലേ, അങ്ങോട്ട് തന്നെ പോവാം അല്ലേ? പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തു കുഴപ്പം? മൂപ്പം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തു കുഴപ്പം? പോവാ. മക്കളെ പിന്നെ എന്താടാ മോനെ? എന്താ പറഞ്ഞോ? പറഞ്ഞോ ഐദ്രോസേ? സുലൈമാനക്ക ഒന്നും പറയില്ല. അല്ല, ഞങ്ങള് പോരുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. ആ, ഇത്രേ ഉള്ളത്. നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ. എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത്? പഴണ്ട്. നീ എന്നാ ഒന്ന് നന്നാവുക എന്റെ കുട്ടി ശങ്കര? ഈ വിദ്വാന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ ഭേദം. നിന്ന് മിഴിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ. ചായ ഉണ്ടാക്കാം, പിന്നെ ഇത്തിരി സമയം തന്നാ പത്തിരിയോ ദോശയോ ഉണ്ടാക്കാം. ഇറച്ചിയുണ്ടോ? ഏയ്, അതൊന്നും ഇവിടെ കിട്ടില്ല. ഇറച്ചി നായർ തപസ് ഇരുന്നാ നടക്കില്ല. അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യാ. നിന്റെ മിടുക്കെന്ന് കാണണം. അല്ല, ആ, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കി ഒടുവിൽ പിന്നെ ഞാൻ പറയണ കണക്ക്. കണക്കൊക്കെ നീ അങ്ങ് വീട്ടിൽ ഒന്ന് പറഞ്ഞാ മതി. ഇപ്പൊ എനിക്ക് അതും പറഞ്ഞ് നിൽക്കാൻ നേരമില്ല. നിങ്ങളെ ഏട്ടത്തി അനിയും തമ്മിൽ എന്ത് കണക്കാ എന്റെ നായരെ? നിങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ? പിന്നിപ്പ എന്താ? നിങ്ങളൊരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആരൊക്കെയാ വീട്ടിൽ വരണത്, ആരൊക്കെയാ പോണത്, എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ. 3 നേരം ചോറ് തിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയും? അല്ല മാളു, വീട്ടിൽ വന്ന് കയറിയവര് ഇറങ്ങി പോകുമ്പോ എന്തിനാ അവർ പോകുന്നെങ്കിലും ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാ കഴിയില്ലേ? ഞാൻ ആരും വരണതും കണ്ടില്ല, പോണതും കണ്ടില്ല. ഓ, എളുപ്പം കഴിഞ്ഞല്ലോ. നിങ്ങൾ വരും. സുലൈമാനെ, ഒന്നിരിക്ക്, ഞാൻ ഇവരെ നിരുത്തിട്ട് വരാം. അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ അങ്ങനെ എഴുതി നടക്കണ എന്റെ ഉദ്ദേശം? ഏയ്, ഒന്നുമില്ല. ഈശ്വര എന്താ അത്ര തന്നെ. ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് 1 ലക്ഷം എത്തുമ്പോ തിരുപ്പതിക്കോ ഗുരുവായൂർക്കോ മറ്റോ അയച്ചു കൊടുക്കും. ഇതിപ്പോ എങ്ങനെയാണപ്പാ 1 ലക്ഷം എത്തിന്ന് പറയണത്? അതറിയാം. എന്തേ സുലൈമാനെ? അല്ല, ഞാനെന്നാലും ഇനിയിപ്പോ നിക്കണില്ല എന്ന് പറയാനേ. ഓ, സുലൈമാൻ ഇരിക്കും. ഊണിതാ ഇപ്പൊ ശരിയാവും. ഉണ്ടിട്ട് പോയാ മതി. ഇപ്പൊ അതിനൊന്നും നിക്കാൻ നേരല്ല എന്റെ മാളുമേ. ഇന്നിപ്പോ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടില്ലാന്ന് വെച്ചിട്ടെന്താ? ഞാൻ ഈ വീട്ടിൽ നിന്ന് എത്രയാ ഊണ് കഴിച്ചിരിക്കണം? ഇപ്പൊ ആവും. ആയിക്കോട്ടെ, പോയിട്ട് കാര്യണ്ട്, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ? അല്ല, മൂപ്പൻ എന്താ പറഞ്ഞത്? അദ്ദേഹം ആയതുകൊണ്ട് ക്ഷമിച്ചു. ആ പെണ്ണിന് തല നേരെയാവില്ല. എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾക്ക് ഒരു മാറ്റവും ഇല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വിചാരിച്ചിരിക്കാ ഞാൻ. ഇനിയിപ്പോ സാരല്ല, മൂപ്പരുടെ ആ വാശി ഒന്ന് തീർന്നല്ലോ. വലിയ ഡിമാൻഡും പറഞ്ഞിരുന്നിട്ട് അവള് മൂപ്പന്റെ പേരെന്ന് ഇറങ്ങി വരുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ. അത് മതി. എന്നാലും എനിക്ക് എന്തോ നിങ്ങളെ പേടിക്കാണ്ടിരിക്കും ആളുമേ. മൂപ്പന്റെ ദേഷ്യം മാറിയില്ലേ? ഇനിയിപ്പോ നിങ്ങളാരെ ഭയക്കണത്? ഞങ്ങളൊക്കെ ഇല്ലേ? ഇവളൊക്കെ നേരെയാവും. 2 ദിവസം കൂടെ സമയം കൊടുക്കി. നേരെയാവാണ്ട എവിടെ പോവാൻ? നിങ്ങളല്ലേ ആള്. പോട്ടെ കുട്ടി, സാരമില്ല. പിന്നെ ഒരിക്കൽ അയാൾ വന്നിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു. ആ മനുഷ്യനെ കൊല്ലുമായിരുന്നു. എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവകീർത്തി? ഗൗരിക്കുട്ടി, ഗൗരി, എവിടെ സാറേ ഗൗരിക്കുട്ടി? ഇപ്പൊ വരും. ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ നന്നായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ കറിയച്ചേട്ടൻ എന്നോട് സംസാരിച്ച എന്റെ കാര്യം വിടന്റെ മോളെ. എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല. ദേ, ആ പയ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഗൗരിക്കുട്ടി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടി പുറപ്പെട്ട കക്ഷിയാ. ലൈഫിൽ ആദ്യമാ. കാശ് വെച്ചാ കളി? കടവില്ല. ഇല്ല. അമ്മയെ വിളിക്കും. നീ ഇല്ലല്ലോ? എനിക്കറിയില്ലല്ലോ. വെറുതെ
അത് നല്ല കുട്ടികളെ കൂടെ കൂടെ കൂട്ടി. കടം പറയരുത്. ഇല്ലെന്നേ ഈ കറിയാച്ചേട്ടൻ. അല്ല, മേനോൻ കളിക്കോ? അസലായി കളിക്കും. നമ്മുടെ കാശ് പോയോ? വേണ്ട, അവന് കളിക്കാനും അറിയില്ല, കയ്യിൽ കാശും ഇല്ല. അല്ല, ഏയ്, മൂപ്പർ തൊടില്ല. ആരാ ഉള്ളത്? ഇവിടെ എന്താ ചെയ്യുന്നത് ഗൗരിക്കുട്ടി? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറുക? ഞാൻ ഗൗരിക്കുട്ടിയെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത്. എല്ലാരും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആവും പറയുക അല്ലേ? കൈമാറ്റുന്നില്ല. കൈയെടുക്കൂ. എടുക്കാം, പക്ഷെ ഒരു കാര്യം, ഒരു 2 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് അനങ്ങുള്ളൂ എന്ന് ഗ്യാരണ്ടി തരണം. അത്രയ്ക്കങ്ങ് വില കൂട്ടണം. പതിവ്രതമായി കാണും. ഇലാലേ, ആരാണ്? ഇലാൽ, വാതിൽ തുറക്കാൻ. ഇലാൽ, ആരാത്? ഇലാലേ, കഥ തുറക്കടാ. എന്താ ഇവിടെ? ആരാ വിളിച്ചത്? ഓ, അങ്ങനെ. ആരായിരുന്നു വിളിച്ചത്? നീയോ ഇവളോ? ആരും വിളിച്ചില്ലല്ലോ. ആരും വിളിച്ചില്ലേ? ഓ, അത് എന്റെ കാലാ കമ്പി തട്ടേന്ന് വീണു. അപ്പൊ വിളിച്ചു പോയതാ. ഒന്നും പറ്റിയില്ലല്ലോ. ഏയ്, വന്നിട്ടിപ്പോ 4-5 ദിവസമേ ആയിട്ടുള്ളൂ. പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ. എന്താ കുട്ടി ഇത്? കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണോ ഇവിടെ പറപ്പിച്ചിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരം പറയൂ.
ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ? കരയണ്ട, എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. എനിക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം. പറയുന്നത് നേരായിരിക്കണമെന്ന് മാത്രം. ദേ നോക്കൂ, കുട്ടി മാളൂമ്മയുടെ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ കൂടെ ഒന്ന് താമസിപ്പിച്ചിരിക്കുക. എത്രയായി ഇവിടെ വന്നിട്ട്? 5 ദിവസം. 5 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് വീട്ടില്. ഏത് വീട്ടില്? എന്റെ വീട്ടില്. എവിടെയാ വീട്? ഗൗരിക്കുട്ടിക്ക് ഇതെല്ലാം എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ? ആരെയാ പേടി? മാളൂമ്മയാ? ഞാൻ ഇതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളോടുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളൂ. ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല. ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാ ഗൗരിക്കുട്ടി എന്നാണ്. അതുകൊണ്ട് ചിലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ വിശ്വസിക്കാം. കുട്ടിയെ ഇവിടെ വരെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? അതെ. കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ? എങ്കിലും ഒന്ന് വിളിക്കാതെ എല്ലാം എന്നോട് പറയൂ. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ശ്രമിക്കാം. പറയൂ, എവിടെയാ കുട്ടിയുടെ വീട്? പുഴയ്ക്കക്കരെ. പുഴയ്ക്കക്കരെ? അമ്പലത്തിനടുത്ത്. വീട്ടിലിപ്പോ ആരുണ്ട്? മുത്തശ്ശി. മുത്തശ്ശി മാത്രം? നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെത്തിക്കൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാം. അത് നേര് മാത്രം പറഞ്ഞാൽ. ഞാൻ നുണ പറയില്ല. പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല, ഞാൻ നുണ പറയില്ല. വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നേരാണോ? അതെ. അതെന്താ അങ്ങനെ? അമ്മ അച്ഛനും? അമ്മ ചെറുപ്പത്തിലേ പോയി. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു? ഇല്ല, ഞാൻ അച്ഛന്റെ ഒപ്പമായിരുന്നു. 3 മാസമുള്ള എന്റെ അച്ഛൻ മരിച്ചിട്ട്. എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചത്? കമ്പിന്ന് വീണിട്ട്. കമ്പിന്ന് വീണിട്ടോ? ലൈൻ കമ്പി ഇല്ലേ, ലൈൻ കമ്പി, ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എന്റെ അച്ഛൻ. ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു. കുറേ ദിവസം ആശുപത്രി കിടന്നു. ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല. അവിടെ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു എന്റെ അച്ഛൻ. അവിടെ വെച്ചാണ്